ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഗുഡ് മോം. കുട്ടികൾക്കിപ്പോൾ പരീക്ഷാക്കാലമാണല്ലോ, ഓണപരീക്ഷാക്കാലം. ചിലപ്പോഴെങ്കിലും കുട്ടികൾ ചിന്തിച്ചിട്ടുണ്ടാവും പരീക്ഷ എഴുതുന്നത് എന്തിനാണ് എന്നൊക്കെ. എൻ്റെ മോൻ എന്നോട് ചോദിക്കാറുണ്ട്, എന്തിനാണ് അമ്മേ പരീക്ഷയൊക്കെ എഴുതുന്നത് എന്ന്. അപ്പോൾ ഞാൻ പറയും, നിങ്ങൾ പഠിച്ചതെല്ലാം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയാനും സമയബന്ധിതമായി കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടോ എന്നൊക്കെ അറിയാനാണ് പരീക്ഷ നടത്തുന്നത് എന്ന്. അതുമാത്രമല്ല, കുട്ടികളുടെ വ്യക്തിത്വ രൂപീകരണത്തിന് പരീക്ഷകൾക്ക് വലിയ പങ്കുണ്ട്. ജീവിതത്തിലെ വിജയപരാജയങ്ങളെ നേരിടാനുള്ള കരുത്തും ഊർജവുമൊക്കെ കുട്ടികൾക്ക് നൽകുക എന്നതും പരീക്ഷയുടെ ലക്ഷ്യമാണ്. പരീക്ഷയെ ഒരു കണക്ക് പുസ്തകമായി നമുക്ക് പറയാം. കാരണം ജീവിതത്തിൽ കുട്ടികൾ മുന്നോട്ടാണോ അതോ പിന്നോട്ടാണോ പോകുന്നത് എന്നറിയാനുള്ളൊരു കണക്ക് പുസ്തകമാണ് ഈ പരീക്ഷ. ചില കുട്ടികൾക്ക് പരീക്ഷ എന്ന് കേൾക്കുന്നതേ പേടിയായിരിക്കും. പരീക്ഷയ്ക്ക് വേണ്ടി വേണ്ടത്ര തയ്യാറെടുക്കാത്ത കുട്ടികൾക്കായിരിക്കും ഇത്തരം പേടി ഉണ്ടാവുക. അത് രക്ഷിതാക്കൾ മനസ്സിലാക്കി അവരെ പരീക്ഷയ്ക്ക് തയ്യാറാവാൻ അവരെ ഹെൽപ്പ് ചെയ്യുക. പഠിക്കാത്ത പാഠത്തിൽ നിന്ന് ചോദ്യം വരുമോ എന്ന പേടിയും ചില കുട്ടികൾക്കുണ്ടാവും. പാഠങ്ങളെല്ലാം അന്നൊന്നു തന്നെ പഠിക്കുന്ന കുട്ടികൾക്ക് പരീക്ഷാ പേടി ഉണ്ടാവില്ല. പരീക്ഷയിലെ മാർക്ക് കൊണ്ട് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കില്ലെന്ന് വാദിക്കാൻ ഒരുപാട് പേരുണ്ടാവും. പക്ഷേ ഏത് കരിയറിനും അടിസ്ഥാനമായി പരിഗണിക്കുന്നത് മാർക്കാണെന്ന കാര്യത്തിൽ തർക്കമില്ല. ഒന്നും പഠിക്കാതിരുന്നാലും ചിലപ്പോൾ 10ാം ക്ലാസ് വരെ ചില കുട്ടികൾ പാസ്സായെന്നിരിക്കും. നന്നായി പഠിച്ച് പരീക്ഷയിലൂടെ നിങ്ങളുടെ പുരോഗതി വിലയിരുത്തിയില്ലെങ്കിൽ അത് നിങ്ങളുടെ തുടർ പഠനത്തിനുള്ള തിരഞ്ഞെടുപ്പിനെ ബാധിക്കും. നന്നായി പഠിച്ച് ഉയർന്ന മാർക്കും ഗ്രേഡും വാങ്ങി തുടർ പഠനത്തിന് ശ്രമിക്കുന്ന കുട്ടികളുമായി മത്സരിക്കേണ്ടി വരുമ്പോൾ പിന്തള്ളപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാകും. പിന്നെ ഓണപരീക്ഷയ്ക്ക് ഒരു വിഷയത്തിൽ തോറ്റെന്നിരിക്കട്ടെ, ആ തോൽവി അംഗീകരിച്ച് അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തി തിരുത്തി അടുത്ത ക്രിസ്മസ് പരീക്ഷയിലും തുടർന്ന് വർഷാവസാന പരീക്ഷയിലും ജയിക്കാനുള്ള തൻ്റെ ഇടം ആർജിക്കാൻ ഈ ഓണപരീക്ഷ നിങ്ങളെ പ്രാപ്തരാക്കും. പിന്നെ ചില കുട്ടികൾ പഠിക്കാനുള്ളതൊക്കെ അപ്പോൾ പഠിക്കാതെ പിന്നത്തേക്ക് മാറ്റിവെക്കും. പിന്നീടെന്ന വാക്കു തന്നെ ഉപേക്ഷിക്കുക. പിന്നീടെന്ന് പറഞ്ഞാൽ പകൽ രാത്രിയാകും, പിന്നെ അതിവേഗം ഒരു വർഷം കടന്നു പോകും. കുട്ടികളുടെ ജീവിതത്തിലെ വിലപ്പെട്ട സമയമാണ് നഷ്ടപ്പെടുന്നത്. എന്ത് കാര്യത്തിനും പരിശീലനമാണ് പ്രധാനം. ലോകം കണ്ട ഏറ്റവും മികച്ച പ്രാസംഗികനാണ് വിൻസ്റ്റൺ ചർച്ചിൽ. അദ്ദേഹം പ്രസംഗിക്കാൻ പോകുന്നതിന് മുമ്പ് കണ്ണാടിയുടെ മുന്നിൽ നിന്ന് മണിക്കൂറുകളോളം പ്രസംഗം പരിശീലിക്കും. അതുപോലെ തന്നെ കുട്ടികൾ പരീക്ഷയ്ക്ക് വേണ്ടിയും കൃത്യമായി പരിശീലിക്കണം. ഇനി ഓണപരീക്ഷയ്ക്ക് തയ്യാറെടുക്കാനുള്ള കുറച്ച് ടിപ്പുകൾ പറയാം. ഓണപരീക്ഷയ്ക്ക് പഠിച്ചു തീർക്കാനുള്ള പാഠഭാഗങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ പഠിച്ചു തീർക്കത്തക്ക വിധം ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക. കാണാപ്പാഠം പഠിക്കേണ്ട പദ്യങ്ങൾ, കണക്കിലെ സൂത്രവാക്യങ്ങൾ, പിന്നെ ചരിത്രപരമായ തീയതികൾ ഇവയൊക്കെ പലവട്ടം ഉറക്കെ വായിച്ച് കാണാപ്പാഠം പഠിക്കുക. ഭാഷാ വിഷയങ്ങളിലെ പാഠഭാഗ ആശയം, സന്ദേശം, അതിലെ കഥാപാത്രങ്ങൾ, പ്രധാന വാക്യങ്ങൾ, ആസ്വാദനം എന്നിവയൊക്കെ ചെറു കുറിപ്പുകളായി എഴുതി വയ്ക്കുക. അറിയാത്ത പദങ്ങളുടെ അർത്ഥം പാഠപുസ്തകത്തിൽ ആ വാക്കിൻ്റെ തൊട്ടുമുകളിൽ തന്നെ പെൻസിൽ കൊണ്ട് എഴുതി വയ്ക്കുക. വായിക്കുന്ന ഓരോ പാഠഭാഗത്തു നിന്നും ചില പ്രധാന പോയിന്റുകൾ കണ്ടുപിടിച്ച് കുറിച്ച് വയ്ക്കുക. പഠനശേഷം പോയിന്റുകൾ ഓർത്തെടുത്ത് സ്വന്തം വാക്കുകളിൽ വിവരങ്ങൾ സംഗ്രഹിച്ചെഴുതി പരിശീലിക്കുക. ഓരോ വിഷയവും പഠിച്ച ശേഷം പുസ്തകം അടച്ചു വെച്ച് അവ ഓർത്തെടുത്ത് പറഞ്ഞു നോക്കുക. മറന്നുപോയവ വീണ്ടും വായിച്ചു നോക്കുക. കണക്കും ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ എഴുതി തന്നെ പഠിക്കുക. വിദ്യാർത്ഥി ജീവിതമൊക്കെ കഴിഞ്ഞ് കുട്ടികൾ പുറത്തു കടക്കുന്നത് ജീവിതത്തിൻ്റെ പൊരിവെയിലേക്കായിരിക്കും. അവിടെ വിജയം മാത്രമായിരിക്കില്ല, പരാജയവുമുണ്ട്. എങ്ങനെ പരാജയം ഒഴിവാക്കാമെന്നും വിജയം നേടാമെന്നും പരീക്ഷകൾ കുട്ടികൾ അറിയാതെ തന്നെ പരിശീലിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി വേഗം വരാം. താങ്ക്